ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു തലക്കറി വെക്കാം, കേരമീൻ തലക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ കഴുകി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് എടുത്ത് വെക്കാം. നമ്മളിവിടെ മീൻകറി വെക്കാൻ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറമേ തന്നെ ഉലുവയും കൂടി ഇടാം. ഉലുവ ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഇട്ടാലും മതി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് എത്ര എരിവാണ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ വരുന്നവരെയൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമല്ലോ. ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് അത് തിളച്ചതിന് ശേഷം മാത്രം മീൻതല ഇതിലേക്ക് പറക്കി വെക്കാം. പറക്കി വെച്ച് ഇതിലെ വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് അമക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മുടെ മീൻകറി ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്